ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഓലയുടെ സൈഡിൽ നിന്ന് വന്ന 4 മേജർ അപ്ഡേറ്റിനെ പറ്റിയിട്ടാണ്. 4 മേജർ അപ്ഡേറ്റ് എന്ന് പറയുമ്പോൾ നല്ല കിടുക്കൻ അപ്ഡേറ്റുകളാണ്. നമുക്കിതിനൊരു ഓഫർ എന്ന് പറയാൻ പറ്റത്തില്ല, കാരണം ഓല എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിനും അല്ലെങ്കിൽ ഇനി എടുക്കാതിരിക്കുന്നവർക്കും വേണ്ടിയിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു പോസിറ്റീവ് ന്യൂസ് എന്ന് വേണമെങ്കിൽ പറയാം. അതിൽ 2 എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിന് ഹാപ്പി ന്യൂസാണ്. അതിൽ ബാക്കി 2 എന്ന് പറഞ്ഞാൽ ഇനി ഓലയിലോട്ട് വരാൻ പോകുന്നവർക്കൊരു ഹാപ്പി ന്യൂസാണ്. ഫസ്റ്റ് നമുക്ക് എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിൻ്റെ കേസ് തന്നെ പറയാം. അതായത് ഫസ്റ്റ് നമ്മുടെ ഈ ഒരു ഇലക്ട്രിക് സ്കൂട്ടർ എന്ന് പറയുമ്പോഴേ നമ്മളൊരു കൺസേൺ എന്താണെന്ന് പറഞ്ഞാൽ ബാറ്ററിയെ പറ്റിയിട്ടാണ്. അതായത് ബാറ്ററി എത്ര നാൾ ലാസ്റ്റ് ചെയ്യും. കാരണം നമ്മൾ ഇത്രയും രൂപ കൊടുത്ത് ഒരു ഇലക്ട്രിക് സ്കൂട്ടർ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കോർ ഏരിയ എന്ന് പറയുന്ന 2 സാധനങ്ങളാണ്. ഒന്ന് മോട്ടറും ഒന്ന് ബാറ്ററി. അതിൽ ബാറ്ററി എന്ന് പറയുമ്പോഴത്തേക്ക് അതിൽ കാലപ്പഴക്കം കൊണ്ട് ഈ പറഞ്ഞ ഡീഗ്രഡേഷൻ കാര്യങ്ങളെല്ലാം നടക്കും. അപ്പം നമ്മൾ ഒരു വണ്ടിയുടെ വാല്യൂ തന്നെ ഇരിക്കുന്നത് ബാറ്ററിയിലാണ്. എന്നാൽ ബാറ്ററി മാറണമെന്ന് വെച്ചാൽ വണ്ടിയുടെ ഒരു ഓൾമോസ്റ്റ് 45 അല്ലെങ്കിൽ 50, അതായത് പകുതിയോളം വില വരും ബാറ്ററി മാറാൻ. അപ്പോൾ ആ ഒരു കൺസേൺ കൊണ്ടാണ് ഇപ്പോഴും ആൾക്കാർ ഇലക്ട്രിക് സ്കൂട്ടറിലോട്ട് വരാതിരിക്കുന്നത്. അപ്പോൾ അതിനുള്ളൊരു മറുപടി ആയിട്ടാണ് ഓല വന്നിട്ടുള്ളത്. അതായത് ഇപ്പോൾ നോർമലി ഓല ആയാലും ഏതൊരു സ്കൂട്ടറാണെങ്കിലും നോർമൽ വാറൻറ്റി വരുന്നതെന്ന് പറഞ്ഞാൽ 3 വർഷമാണ്. 3 വർഷമാണ് ഓൺ റോഡ് വാറൻറ്റി വരുന്നത്. നമുക്കത് 2 ഇയേഴ്സും കൂടി എക്സ്റ്റെൻഡ് ചെയ്യാം. അതാണ് നോർമലി എല്ലാ ബ്രാൻഡ്സും കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇനി വരാൻ പോകുന്ന ഓല സ്കൂട്ടേഴ്സ് ഏതൊരു മോഡലാണെങ്കിലും വണ്ടി ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് 8 വർഷം 80,000 കിലോമീറ്റർ വാറൻറ്റി കിട്ടുന്നുണ്ട് ബാറ്ററിക്ക്. അതും വെറും 0 കോസ്റ്റിൽ. നമുക്ക് എക്സ്ട്രാ കോസ്റ്റ് ഒന്നും വരുന്നില്ല. നമ്മൾ ഓൺ റോഡ് പ്രൈസിൽ തന്നെ നമുക്ക് ഈ പറഞ്ഞ 8 വർഷം വാറൻറ്റി ഇൻബിൽറ്റായിട്ട് വരുന്നതാണ്. നമുക്കത് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ഈ 8 വർഷം 80,000 കിലോമീറ്റർ എന്നുള്ളത് നമുക്ക് 8 വർഷം 1,00,000 കിലോമീറ്റർ ആയിട്ടും 1,25,000 കിലോമീറ്റർ ആയിട്ടും നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം. ഈ ഓരോ ഓഫർ S1 Pro, S1 Air, S1 X, X1 X Plus അങ്ങനെ എല്ലാ മോഡൽസിനും അവൈലബിൾ ആണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇനി എടുക്കാൻ പോകുന്നവർക്കുള്ളൊരു ഹാപ്പി ന്യൂസാണ്. അപ്പോൾ എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിന് ഇപ്പം എൻ്റെ വണ്ടിക്ക് 5 ഇയേഴ്സാണ് വാറൻറ്റി വരുന്നത്. നോർമലി 3 ആയിരുന്നു. എനിക്ക് എക്സ്റ്റൻഡ് വാറൻറ്റി ഫ്രീ ഓഫ് കോസ്റ്റിൽ കിട്ടി. അപ്പോൾ അതുകൊണ്ട് 5 ഇയേഴ്സ്. അപ്പോൾ എനിക്ക് ഈ 8 വർഷം കിട്ടുമെന്നുള്ളത് ഒരുപാട് പേർക്ക് ഡൗട്ടാണ്. അപ്പോൾ അത് ഒരു കൺഫർമേഷൻ ഇതുവരെയ്ക്കും ആയിട്ടില്ല. നിലവിൽ കൊടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ റെഫർ ചെയ്യുവാണെങ്കിൽ 5 പേരെ റെഫർ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ ഈ പറഞ്ഞ 8 വർഷം വാറൻറ്റി കിട്ടുമെന്നാണ് ഓലയുടെ സൈഡിൽ നിന്ന് വന്ന അപ്ഡേറ്റ്. മേ ബി എനിക്കും ഈ പറഞ്ഞ പോലെ എക്സ്ട്രാ കുറച്ച് എമൗണ്ടും കൂടെ കൊടുത്ത് 5 എന്നുള്ളത് 8 വർഷമായിട്ട് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. കാരണം മെയിനായിട്ട് അവരിങ്ങനെ ഒരു 8 വർഷം ഇവർ ധൈര്യത്തിലൊരു അപ്ഡേറ്റ് കൊണ്ടുവരാൻ കാരണമെന്ന് പറഞ്ഞാൽ അവരുടെ ബാറ്ററി കാര്യങ്ങളെല്ലാം അവരുടെ ഓൺ മാനുഫാക്ചറിങ് ആണ്. ആ ഒരു ധൈര്യത്തിലാണ് അവരിങ്ങനെ ഒരു അപ്ഡേറ്റ് കൊണ്ടുവന്നത്. കാരണം അവരുടെ തന്നെ ഫാക്ടറിയിൽ ഉണ്ടാക്കുന്ന ബാറ്ററി ഉണ്ട്. അവർക്ക് അത്രയും അതിലൊരു വിശ്വാസം ഉറപ്പും ഉള്ളതുകൊണ്ടാണ് അവർ 8 വർഷം വാറൻറ്റി. ഈ 8 വർഷം വാറൻറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് റിപ്പയർ അല്ല, റീപ്ലേസ് ആണ്. അതിനിപ്പോൾ എന്ത് കാരണം വന്നാലും നമുക്ക് റീപ്ലേസ് ചെയ്ത് കിട്ടും. കൂടാതെ തന്നെ പിന്നെ നമുക്കൊരു ഡൗട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് സ്കൂട്ടറൊക്കെ നമുക്ക് റീസെയിൽ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കാരണം ഇപ്പോൾ നിലവിൽ നമുക്ക് സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിൽ അധികം ഇലക്ട്രിക് സ്കൂട്ടേഴ്സ് വന്നിട്ടില്ല. നാല് സമയത്ത് സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിൽ വരുമ്പോൾ നമ്മൾ എടുക്കുമ്പോൾ ഈ വാറൻറ്റിയൊക്കെ നമുക്ക് കിട്ടുമോ, അതായത് സെക്കൻഡ് ഹാൻഡ് എടുക്കുന്നവർക്ക് കിട്ടുമോ എന്നുള്ളൊരു ഡൗട്ടുണ്ട്. അപ്പോൾ അതും ഓല വ്യക്തമാക്കിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഒരു സെക്കൻഡ് ഹാൻഡ് സ്കൂട്ടർ എടുത്താൽ പോലും ഈ വാറൻറ്റി അതിൽ വാറൻറ്റി അണ്ടർ വാറൻറ്റി വണ്ടിയാണെങ്കിൽ ആ വാറൻറ്റി സെക്കൻഡ് കസ്റ്റമേഴ്സിലോട്ട് ട്രാൻസ്ഫർ ആയി കിട്ടും. അതായത് ഇപ്പോൾ ഞാനൊരു സെക്കൻഡ് ഹാൻഡ് ഓല സ്കൂട്ടർ വാറൻറ്റിയിലുള്ള വണ്ടി എടുത്തു കഴിഞ്ഞാൽ ആ വാറൻറ്റി എനിക്കും എടുക്കാം, എനിക്കും കിട്ടും ആ വാറൻറ്റി. Will prove to the whole country that EV is going to last longer than ICE. Normally people feel कि यार EV 3-4 साल में पता नहीं उसके बाद बैटरी रिप्लेस करनी पड़ जाएगी. But the fact is your electric vehicle is going to outlast your ICE vehicle. And we are going to put our skin in the game on that. We are going to underwrite that for our customers today. So today we are announcing a industry first 8-year battery warranty. And this is at no extra cost. 8 years, 80,000 kilometers. More than 2 times whatever other ICE products are offering. ICE products, not even EV products. And we are committing to this at no extra price. സെക്കൻഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓല എന്ന് കേൾക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ കേട്ടിട്ടുള്ള ഒരു നെഗറ്റീവ് ന്യൂസാണ് സർവീസ് പോരാ, സർവീസ് സെൻറ്റേഴ്സ് ഇല്ല, അല്ലെങ്കിൽ സർവീസ് വളരെ മോശമാണ്, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ ഉള്ളത്. അപ്പം റീസെൻ്റ്ലി സർവീസിന് പോയ വ്യക്തി എന്നുള്ള നിലയ്ക്ക് എനിക്ക് അവിടെ കാണാൻ പറ്റിയത്
അവിടെ നോർമലി സർവീസ് കാര്യങ്ങളെല്ലാം ഷോറൂമിൽ നടക്കുന്നത് പോലെ നടക്കുന്നുണ്ട്, വണ്ടി വരുന്നുണ്ട്, റെഡിയാക്കി കൊടുക്കുന്നുണ്ട്, പോകുന്നുണ്ട്. പക്ഷേ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ അവിടെ ഒരു 6-7 ബേ ഉള്ളൂ നമുക്ക് സർവീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ അവിടെ വരുന്ന വണ്ടി 200-300 വണ്ടികളാണ് അവിടെ വന്നിരിക്കുന്നത്. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് അവരിനിപ്പോൾ എത്ര സ്പീഡായിട്ട് ഓവർനൈറ്റ് പണിയെടുത്താൽ പോലും തീരൂല വണ്ടി. കാരണം ഞാൻ നോക്കിയപ്പം കൊല്ലം രജിസ്ട്രേഷൻ മുതൽ പാറശാല രജിസ്ട്രേഷൻ വരെ അവിടെ ഇരിപ്പുണ്ട്. എന്താണ് കാരണമെന്ന് എനിക്കറിയത്തില്ല. അപ്പം നമ്പർ ഓഫ് സർവീസ് സെൻറ്റേഴ്സിൻ്റെ അഭാവമാണ് ഈ ഒരു പ്രശ്നത്തിന് കാരണം. അപ്പം വേണ്ടത്ര വണ്ടി ഇറങ്ങിയതിനനുസരിച്ചിട്ടുള്ള സർവീസ് സെൻറ്റേഴ്സ് വന്നു കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നം നല്ല രീതിയിൽ സോൾവ് ആകുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം അവിടെ വരുന്ന വണ്ടികളെല്ലാം ഫിക്സ് ചെയ്ത് അവർ വിടുന്നുണ്ട്, കുഴപ്പമില്ല. അപ്പം അതാണ് അടുത്ത അപ്ഡേറ്റ്. നമുക്കിപ്പോൾ നിലവിലുള്ളതിൻ്റെ 3 ഇരട്ടി സർവീസ് സ്റ്റേഷനാണ് ഇനി വരാൻ പോകുന്നത് ഓൾ ഇന്ത്യ. നമുക്കിവിടെ ട്രിവാൻഡ്രത്ത് നോക്കുവാണെങ്കിൽ അമ്പലമുക്ക് സൈഡിൽ 4000 സ്ക്വയർ ഫീറ്റിൽ വലിയൊരു ഷോറൂം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. We are announcing our service network expansion from 400 to 600 all across the country in just about 2 to 3 months by April 2024. That is 50% increase in service network expansion in just 2 to 3 months. This will be one of the fastest expansions that we will do, and we are 100% confident that we'll be able to solve all the service needs of our consumers all across the country with this size of a network. We already have more than 900 experience centers across the country, and with this service expansion we'll have overall one of India's largest service and retail networks in the country. അടുത്ത വർഷത്തോടു കൂടിയല്ല, ഈ വരുന്ന ഏപ്രിലോട് കൂടിയാണ് ഈ പറഞ്ഞ 3 ഇരട്ടി സർവീസ് സെൻറ്റർ വരുന്നത്. അതേപോലെ തന്നെ എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിന് ഒരു ഹാപ്പി ന്യൂസ് എന്ന് പറഞ്ഞാൽ ഹൈപ്പർ ചാർജിങ് സ്റ്റേഷൻ. കാരണം നമുക്ക് എവിടെയെങ്കിലുമൊക്കെ വണ്ടി കൊണ്ടുപോകണമെങ്കിൽ നമ്മൾ വീട്ടിൽ നിന്ന് ചാർജ് ചെയ്ത് ഇറങ്ങിയ ഒരു ലോങ് റൈഡൊക്കെ ആണെങ്കിൽ ഹൈപ്പർ ചാർജിങ് ഇല്ലാതെ ഒരു പരിപാടി നടക്കത്തില്ല. കാരണം നമുക്ക് എവിടെയെങ്കിലുമൊക്കെ കൊടുത്ത് ചാർജ് ചെയ്യാം, പക്ഷേ അത്രയും ടൈം നമ്മളവിടെ സ്പെൻഡ് ചെയ്യണം. ഹൈപ്പർ ചാർജിങ് എന്ന് പറയുമ്പോൾ ഓലയുടെ കേസിൽ 40 മിനിറ്റ്സിൽ 75% എന്തോണ് ചാർജിങ് വരുന്നത്. അപ്പോൾ അത് ഇപ്പം നിലവിൽ ഇവിടെ ട്രിവാൻഡ്രത്ത് ബേക്കറി ജംഗ്ഷനിൽ മാത്രമാണ് ഒരു ഹൈപ്പർ ചാർജിങ് സ്റ്റേഷൻ ഉള്ളത്. ഇനി അത് 10 ഇരട്ടി ഹൈപ്പർ ചാർജിങ് സ്റ്റേഷൻ ഓൾ ഇന്ത്യ വരാൻ പോവുകയാണ്. 10 ഇരട്ടി എന്ന് പറയുമ്പോൾ നമ്മൾ ട്രിവാൻഡ്രത്ത് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പം 2-3 ചാർജിങ് സ്റ്റേഷൻ വരാൻ ചാൻസ് ഉണ്ട്. ചിലപ്പം കഴക്കൂട്ടത്തൊന്ന് വരാം. People are happy charging at home. Somewhere at the back of the mind there is this thought के मैं अगर गलती से मैं दूर निकल गया तो बैटरी खत्म होगी तो क्या करूंगा. So today we are breaking that barrier in a very strong way. We are announcing a big expansion to our charging network. Maybe we'll double it. Is double good? Triple? No? 4 times. यार सब जान लोगे क्या हमारे? So we are announcing a 10,000 charger network. Not by next year, not by end of year, by next quarter. This will be a fast charger which is still very good for a lot of people. 50 kilometers range in just about 20 odd minutes. Almost 75-80% faster than your standard charger that we give to you. And in addition, if you have that kind of usage, you can even buy this for installing at home. പിന്നെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ എന്ന് പറഞ്ഞാൽ പുതിയൊരു വണ്ടിയും കൂടെ ലോഞ്ച് ചെയ്തിട്ടുണ്ട്, എക്സ് എന്നും പറഞ്ഞിട്ട്. അതിൽ വന്നിട്ട് നമ്മുടെ എക്സ്+, അതായത് ബേസ് മോഡലിൻ്റെ ഫീച്ചേഴ്സും ഈ നമ്മുടെ X1 പ്രോയുടെ റേഞ്ചും, അതായത് ബാറ്ററിയും വരുന്ന, അതായത് എക്സ്+ൽ തന്നെ 195 മൈലേജോളം വരുന്ന എന്നാൽ റേറ്റും കുറഞ്ഞിട്ടുള്ളൊരു മോഡലാണ്. അപ്പോൾ നമുക്ക് ഫീച്ചേഴ്സ് ഒന്നും വേണ്ട, ജസ്റ്റ് ചാർജ് ചെയ്യുക, ഓടുക, എന്നാൽ നല്ല മൈലേജ് വേണം എന്നുള്ളവർക്ക് നേരെ പോയി എടുക്കാൻ പറ്റിയൊരു വണ്ടിയാണ് എക്സ്. Promise fulfilled. 2 kilowatt-hour X 3 kilowatt-hour. We promised to everybody on 15th August. Yes. We had committed that we will bring these disruptive products into the market as soon as we can. And here we are. You know, wada kiya to wada nibhayenge pura. There are a lot of customers who travel 40-50 kilometers a day, for whom they want just that higher range to be able to go from a small town to the neighboring town. So we have got something for them today. Those who want a good performance but a very high range in an affordable price. And that's an S1X 4 kilowatt-hour. It has the range of an S1 Pro, but the price of an S1X. It goes almost 200 kilometers, as you can see, on a single charge. I'm sure many of our community members will ride it for longer. Top acceleration, top speed, absolutely competitive, better than all ICE product. High range, kitne mein milegi? 1,09,999. So absolutely really good affordability and a very high range on top of that. 195 മൈലേജ് വേണമെങ്കിൽ ഇപ്പം നിലവിലെ കണ്ടീഷനിൽ S1 Pro തന്നെ എടുക്കണം, 1,72,000 രൂപ കൊടുത്ത്. അപ്പോൾ ഈ ഒരു വണ്ടി വരുമ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് 30,000-40,000 രൂപയോളം കുറഞ്ഞിരിക്കുകയും ചെയ്യും. നമുക്ക് ഈ പറഞ്ഞ S1 Proയുടെ റേഞ്ചും കിട്ടും. പിന്നെ ഈ ഡിസ്പ്ലേ ഫീച്ചേഴ്സും ഈ ഗിമിക്സ് കാര്യങ്ങളില്ലാന്നേ ഉള്ളൂ.
അപ്പോൾ ഇത് നാലുമാണ് ഓലയുടെ സൈഡിൽ നിന്നുള്ള വലിയൊരു അപ്ഡേറ്റ്. ഓലയുടെ കോമ്പറ്റീറ്റേഴ്സിനെ എത്തിപ്പിടിക്കാൻ പോലും പറ്റാത്ത റേഞ്ചിൽ ഓല മാറും. അപ്പം അതൊക്കെയാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കൂടെ തീർച്ചയായിട്ടും കമൻ്റ് ആയിട്ട് ഇടുക. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. And the reason only Ola can do this, nobody else in this industry, is because we are building our own cells. Because we are building our own technology for cells, we understand the supply chains, we understand the technology, we understand how to make batteries last longer, and we are committing behind it. So we are fully committed to making sure your electric vehicle, your Ola electric vehicle lasts a long, long time. मतलब आप उससे बोर हो जाओगे, आपको लगेगा यार गाड़ी बंद ही नहीं हो रही, खत्म ही नहीं हो रही, खराब ही नहीं हो रही, बट गाड़ी चलती रहेगी, चलती रहेगी, चलती रहेगी.